വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇന്ന് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കയ്യിൽ ₹1 പോലും എടുക്കാൻ ഇല്ലാത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാലും ഞാനും നിങ്ങളും ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒരിക്കലും പണം തികയാത്ത അവസ്ഥയാണോ? പണക്ഷാമം കൈകാര്യം ചെയ്യുന്നതിന് 6 എളുപ്പ വഴികൾ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? വരവ് ചിലവ് കണക്കുകൾ ടാലിയാകാതെ പ്രയാസപ്പെടുന്നുണ്ടോ? ആവശ്യത്തിന് പണമില്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. പണം തികയാതെ വരുന്ന ഒരു സാധാരണ പ്രശ്നമാണ്, പക്ഷെ അത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക അപര്യാപ്തതയുടെ വ്യാപകമായ ബോധം പലപ്പോഴും ഒരു ദുർബല മനസ്സിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് സാമ്പത്തിക മനഃശാസ്ത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. വരുമാനം മതിയാകെയില്ലെന്നും സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാനാകില്ലെന്നുമുള്ള ആഴത്തിൽ വേരൂന്നിയ വിശ്വാസമാണ് ഇതിന് കാരണം. എന്നാൽ കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും വ്യക്തമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും ഇതിനെ മറികടക്കാൻ സാധിക്കും. മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിലവുകൾക്ക് മുൻഗണന നൽകി വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പണം ഉപയോഗിക്കേണ്ടത് പ്രധാനമായും കണക്കാക്കുന്നു. പണഞ്ഞെരുക്കം മറികടക്കാൻ ചില വഴികൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള 6 വഴികളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി ബഡ്ജറ്റിംഗ്. നിങ്ങളുടെ വരുമാനത്തെയും ചിലവുകളെയും കുറിച്ച് വ്യക്തമായ ധാരണ നേടുന്ന ഒരു ബഡ്ജറ്റ് തയ്യാറാക്കണം. ചിലവുകൾക്ക് ട്രാക്ക് ചെയ്യുക. ഒരാൾ തന്റെ ദൈനംദിന ചിലവുകളുടെ ഒരു ലോഗ് സൂക്ഷിക്കുന്നത് അഭികാമ്യമാണ്. അതിലൂടെ എന്തിനൊക്കെ പണം ചെലവാക്കിയെന്നും അവ എത്രത്തോളം പ്രയോജനപ്പെടുത്തിയെന്നും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. സാമ്പത്തിക ലക്ഷ്യങ്ങൾ. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മാനസികാവസ്ഥ മാറ്റി കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ തയ്യാറാക്കുക. ഹ്രസ്വകാല ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ വരവ് ചെലവ് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാകണം. നിങ്ങൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക ക്ഷേമത്തിന്റെ സങ്കീർണതകളെ മുന്നോട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തന്മാരാക്കുകയും ചെയ്യും. ആവശ്യങ്ങളും അനിവാര്യതകളും. ചിലവ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹത്തെക്കാൾ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. എമർജൻസി ഫണ്ട്. 3 മുതൽ 6 മാസം വരെയുള്ള ജീവിത ചെലവുകൾക്ക് ഒരു എമർജൻസി ഫണ്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുക. എന്ത് അത്യാഹിതവും സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അത്. നിക്ഷേപങ്ങളും സമ്പാദ്യവും. സമ്പാദ്യം ഒരു ശീലമാക്കുക. നിശ്ചിത കാലയളവിൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നിരവധിയായ നിക്ഷേപ സാധ്യതകളാണ് നിലവിൽ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. വരുമാനത്തിന് അനുസൃതമായ മികച്ച റിട്ടേൺസ് ലഭിക്കുന്നതിനും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമായ പദ്ധതികൾ തെരഞ്ഞെടുക്കുക. പണം തികയാത്ത അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പണക്ഷാമം കൈകാര്യം ചെയ്തതിനുള്ള ഈ 6 ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.